Good morning. Morning, ma'am. Good morning, ma'am. Good morning. Good morning, all. ഇനി പ്രേയർ പ്രിപ്പയർ ചെയ്താരാ? ഓക്കേടാ, പറഞ്ഞോട്ടാ. ഇംഗ്ലീഷിൽ ഞാൻ പ്രിപ്പയർ ആയിട്ടില്ല കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് മുതൽ ഇംഗ്ലീഷ് മതി കേട്ടോ. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ കാരുണ്യ സിന്ധാനമിക്കുന്നു ഞങ്ങൾ കരളിന്റെ പൂക്കൾ നിൻ പാദധാരിൽ കാണിക്ക വെച്ചു നമിക്കുന്നു ഞങ്ങൾ കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ കാരുണ്യ സിന്ധാനമിക്കുന്നു ഞങ്ങൾ ലോക സമസ്ത സുഖിനോ ഭവന്തു ഈ മന്ത്രമീ ലോകമെങ്ങും വിളങ്ങും വിജ്ഞാനദീപം നിറകതിച്ചൂടാൻ നേരിന്റെ പാതാൽ തെളിക്കേണമേ നീ കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ കാരുണ്യ സിന്ധാനമിക്കുന്ന ഞങ്ങൾ. ഗുഡ് മോർണിംഗ്. Good morning, ma'am. Okay. Good morning, all. Sign in ആരാ? Sign in alla, ma'am. Thought of the day. Okay, പറഞ്ഞോ റോഷ്നി. Good morning, ma'am, and good morning, my dear friends. Today's thought is education is the most powerful weapon which you can use to change the world. Okay. Nelson Mandela. എഡ്യൂക്കേഷൻ ആണ് ഏറ്റവും മോസ്റ്റ് ആയിട്ടുള്ള ഒരു വെപ്പൺ ആണ് നമുക്ക് വേൾഡ് ചേഞ്ച് ചെയ്യാനായിട്ട്. യുദ്ധവും അതേപോലെ തന്നെ യുദ്ധമൊന്നും ചെയ്യാതെ നമുക്കൊരു വേൾഡിനെ മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേൾഡിൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് നല്ല അറിവ് വേണം. അറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് നമ്മുടെ വേൾഡ് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോ ഇന്ന് ഞാനൊരു കാര്യം നിങ്ങളോട് ഡിസ്കസ് ചെയ്യാന്ന് വിചാരിച്ചു. ഇന്ന് ന്യൂസിൽ നിങ്ങൾ എന്തെങ്കിലും വാർത്ത കണ്ടോ? ഇല്ല ഒരു വല്ല ട്രാജഡീസോ അങ്ങനെ? ഷാരൂൺ വധക്കേസിന്റെ വിധി അതാണോ? അല്ല, ഇന്ന് ഞങ്ങളുടെ അടുത്ത് ഞാൻ വെച്ചാല് ചേന്നമംഗലം, പറവൂര് ചേന്നമംഗലം ഏരിയയില് ഒരു 3 പേരെ ഒരാള് എന്ത് ചെയ്തു മർഡർ ചെയ്തിട്ടുണ്ട്. അതിനെ കുറിച്ച് ആരെങ്കിലും അറിഞ്ഞോ? ന്യൂസിൽ കണ്ടായിരുന്നു. അതെ, ഞങ്ങളുടെ വീടിന്റെയൊക്കെ നമ്മള് സ്ഥാപനത്തിന്റെയൊക്കെ അടുത്തെന്ന് പറയാൻ പറ്റൂല, നമ്മുടെ ഏരിയ തന്നെയാണ്. ഈ ചെയ്ത ആൾക്ക് എന്താണ് ലഹരി ഉപയോഗം ഉണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. നമുക്ക് നമ്മുടെ ഒരു ഉത്തരവാദിത്വം ഉണ്ട്. നമ്മൾ ഓരോ ടീച്ചേഴ്സിന്റെയും, നിങ്ങൾ ടീച്ചേഴ്സ് ആവാൻ പോകുന്ന കുട്ടികൾക്കും ഒരു ഉത്തരവാദിത്വം ഉണ്ട്, നല്ലൊരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളത്. അപ്പൊ നമ്മളുടെ മുമ്പിൽ വരുന്ന കുട്ടികളോട് ഈ ലഹരി ഉപയോഗങ്ങളെ കുറിച്ചിട്ടും അതിന്റെ സൈഡ് എഫക്റ്റിനെ കുറിച്ചിട്ടൊക്കെ നമ്മളാണ് ക്ലാസ് എടുത്ത് കൊടുക്കേണ്ടത്. നമ്മൾ അവർക്ക് ചെറുപ്പത്തിലേ ഇതിനെ കുറിച്ചിട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുത്ത് അവരെ ട്രെയിൻ ചെയ്യണം. അതേപോലെ നമ്മളുടെ മക്കളുണ്ടല്ലോ, നമ്മുടെ മക്കൾ അങ്ങനെ ആവുന്നില്ല, അവരോട് പറയണം, അവരുടെ കൂട്ടുകെട്ടുകൾ പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ മോശമായ എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല, എപ്പോഴാണ് മോശപ്പെട്ട കൂട്ടുകെട്ടിലേക്ക് പോണേന്നും പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എല്ലാവരോടും ഇന്ന കാര്യങ്ങളുണ്ട്, ലോകം ഇങ്ങനെയാണ്, നമ്മൾ ലഹരി ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ലഹരി ഉപയോഗിക്കണം, അങ്ങനെയൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് മനസ്സിലായെന്ന് വരിക. അപ്പൊ നമ്മൾ എപ്പോഴെങ്കിലും ഈ ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ ഈ പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സ് ഉണ്ടാവൂലേ, ക്യാൻസർ ഒക്കെ വന്നിട്ട് എന്താണ് അഭയകേന്ദ്രങ്ങൾ, ഇങ്ങനെ മാറാ രോഗങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക്, പേഷ്യൻസിന് നമ്മൾ കുറച്ച് അഭയകേന്ദ്രങ്ങളൊക്കെ അഭയകേന്ദ്രങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അവിടേക്കൊക്കെ നമ്മൾ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സും കുട്ടികളും കൂടി ചെറിയ വിസിറ്റ് ഒക്കെ നടത്തുകയാണെങ്കിൽ അവിടുത്തെ കുട്ടികൾക്ക് മനസ്സിലാവും. നമ്മൾ എത്ര വട്ടം അവരോട് ഇത് ഉപയോഗിക്കരുത് പറയണേക്കാളും നന്നായിട്ട് ഈ
വ്യക്തിക്ക് ഇങ്ങനെ ഒരു അസുഖം വരാനായിട്ട് കാരണമായത് ലഹരിയുടെ ഉപയോഗമാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഡ്രഗ്സിന്റെ ഉപയോഗമാണ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ എന്താവും, വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ലഹരി ഉപയോഗത്തെ കുറിച്ചിട്ടും അതിന്റെ സൈഡ് എഫക്ട്സിനെ കുറിച്ചിട്ടും അവരോട് പറഞ്ഞു കൊടുക്കണം, നമ്മൾ ഓരോ കുട്ടികളോടും. അപ്പൊ ലഹരി ഒന്നും ഉപയോഗിക്കാത്ത നല്ലൊരു തലമുറയെ വാർത്തെടുക്കാനായിട്ട് നമ്മൾ നമ്മളുടെ ഭാഗത്തിൽ എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് നമ്മൾ എന്ത് ചെയ്യാൻ കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് വരാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ കേട്ടോ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ലാസ്റ്റ് എന്താ പറയുന്നത് നിർത്തിയത്, മിനറൽ സോൾട്ട് വരാന്ന് പറഞ്ഞത്. ആക്ടിവിറ്റി ഉണ്ട്, ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ രണ്ട് ചോദിക്കട്ടെ, രണ്ട് ആക്ടിവിറ്റി. ആദ്യത്തെ ആക്ടിവിറ്റി എന്തായിരുന്നു? ആനിമൽ പ്രോട്ടീനും വെജിറ്റബിൾ പ്രോട്ടീനും പിന്നെ ഫാറ്റ് സോല്യൂബിൾ വിറ്റമിൻ ഡി, ഇ, കെ. ഓക്കെ, വാട്ടർ സോളുബിൾ വൈറ്റമിൻസ്. ഓക്കെ, ആദ്യം അനിമൽ പ്രോട്ടീൻസിന് എക്സാമ്പിൾസ് പറഞ്ഞേ. എഗ്, ഫിഷ്, ചീസ്, മിൽക്ക്, മീറ്റ്, യോഗട്ട്, സോസേജ്, സീ ഫുഡ്, ചിക്കൻ ബ്രസ്റ്റ്, ഷ്രിമ്പ്. ഓക്കെ, അടുത്ത ആള് വെജിറ്റബിൾ പ്രോട്ടീൻ എക്സാമ്പിൾസ് പറഞ്ഞേ. ഗ്രീൻ പീസ്, സ്പിനാച്ച്, സ്വീറ്റ് കോൺ, അവക്കാഡോ, ആസ്പരാഗസ്, കെയിൽ, മഷ്റൂം, പൊട്ടാറ്റോസ്, ബ്രൂസൽസ് സ്പ്രൗട്ട്സ്. ഇനി which are the water soluble vitamins? C and B. Vitamin A, D, E, C Water soluble vitamins. B and C. Okay. B and C. Fat soluble vitamins. B beetroot, fish, capsicum, sunflower seeds. അശ്വര്യ, ഞാൻ ചോദിച്ചത് ഫാറ്റ് സോൾബിൾ വൈറ്റമിൻസ് ഏതെല്ലാമാണെന്നാണ്. A, D, E, K. ഓക്കെ, A, D, K. ഇനി എ ഏതിലാണ് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത്? എ എന്ന് പറയുന്ന വൈറ്റമിൻ ഏതിലാണ്, ഏത് ഫുഡിലാണ്? Carrot, sweet potato, spinach. ഓക്കെ, അമലാന്തസിലുണ്ട്, മിൽക്ക് പ്രൊഡക്റ്റിലുണ്ട്, ലിവറിലുണ്ട്, പീ ലീവ്സിലുണ്ട്, താരോ ലീവ്സ്, മൊറിഗാനോ ലീവ്സിലൊക്കെ എന്താണ്, വൈറ്റമിൻ എ ഉണ്ട്. വൈറ്റമിൻ എ എന്തിന്റെ യൂസ് ആണ്, എന്താണ്? Vision, skin, immune system. Health of eye, skin, then hair. നമ്മുടെ മുടിയുടെ അതേപോലെ തന്നെ കണ്ണിന്റെ, സ്കിന്നിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത ആരാ പറയുന്നത്? പ്രിയങ്ക കേട്ടോ. ഫാറ്റ് സോളുബിൾ വൈറ്റമിൻ ആണ് ഡി. ഡി എന്തിലൊക്കെയാണ് ഉള്ളത്? പ്രിപ്പയർ ചെയ്തിട്ടില്ല? ഞാൻ പറയാം. വൈറ്റമിൻ ഡി, സൺലൈറ്റ് നമുക്ക് വിറ്റാമിൻ ഡി കിട്ടും. ഓക്കെ, അതിന്റെ ബെനിഫിറ്റ് സ്ട്രോങ് ബോണ്, ടീത്ത് എന്നിവ നമുക്ക് കിട്ടും. ഓക്കെ, നമ്മൾ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞ വൈറ്റമിൻ ഡി നമുക്ക് സൺലൈറ്റിൽ നിന്നാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള അമ്മമാർക്ക് അറിയാൻ പറ്റും. നമുക്ക് കുഞ്ഞു കുട്ടികൾക്ക് എന്താണ് ബോൺ ഡെവലപ്മെന്റ് ആൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം. ഞാൻ പറഞ്ഞത് കുഞ്ഞു കുട്ടികളുള്ള അമ്മമാർക്ക് അറിയാൻ പറ്റും എന്താണ് വൈറ്റമിൻ ഡിയുടെ ഡ്രോപ്സ് അല്ലെങ്കിൽ നമ്മള് സപ്ലിമെന്റ്സ് കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കും. ഒരു 0 to 1 years വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ എന്താണ് ഈ വൈറ്റമിൻ ഡിയുടെ സപ്ലിമെന്റ്സ് കൊടുക്കാറുണ്ട്. ഡി സോൾ എന്നൊക്കെ പറഞ്ഞിട്ട്, നിങ്ങൾക്ക് അറിയോ അത്? തുള്ളിമരുന്ന്, ഒരു 1 ml തുള്ളിമരുന്ന് കൊടുക്കാറുണ്ട്. അത് കുട്ടികൾക്ക് നേരിട്ട് സൂര്യപ്രകാശം കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വൈറ്റമിൻ ഡിയുടെ സപ്ലിമെന്റ്സ് എടുക്കുന്നത്. ഈ വൈറ്റമിൻ ഡി വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മളുടെ ബോണിന്റെ ഹെൽത്തിന്, ടീത്തിന്റെ ഹെൽത്തിന്, അതേപോലെ നമ്മുടെ കാൽസ്യം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിലേക്ക് ആഗിരണം ചെയ്യാനായിട്ട് വൈറ്റമിൻ ഡി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് വൈറ്റമിൻ ഇ. അത് ആരെങ്കിലും ഒരാൾ പറയണം കേട്ടോ. എല്ലാവരും കൂടി പറയുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ടാവും. നിങ്ങൾക്ക് എന്തോരം തോന്നുന്നുണ്ടാവും? ഒരാൾ പറഞ്ഞു വൈറ്റമിൻ ഇ. ഞാൻ പറയാം സർ. വൈറ്റമിൻ ഇ നട്ട്സ്. മേഘന അല്ലേ? യെസ് മാം. ഓക്കെ, പറ. വൈറ്റമിൻ ഇ എന്തിൽ നിന്നാണ് കൂടുതലായിട്ട്? നട്ട്സ്, ആൽമണ്ട്സ്, വാൾനട്ട്സ്, പീക്കൻസ്, സീഡ്സ്, സൺഫ്ലവർ, പംകിൻ, ചിയ,
chia seeds, vegetable oil, olive, and coconut, wheat germ, leafy green, spinach, kale, collard greens, avocados. And deficiency speciality antioxidant and cell protections roles on protect cells from damage caused by free radicals, support skin health and reduce signs of aging, deficiency, fatigue, weakness, impaired immune functions. ഓക്കെ, ഇതിൽ കൂടാതെ ഞാൻ പറയാം ഹെൽത്ത് ഓഫ് നെർവ്സ് ആൻഡ് റെഡ് ബ്ലഡ് സെൽസിന്റെ ഗ്രോത്തിന്, RBCയുടെ ഗ്രോത്തിനും എന്ത് ചെയ്യുന്നുണ്ട്, വൈറ്റമിൻ ഇ ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഒരാള് വൈറ്റമിൻ കെ പറയാട്ടോ. ഞാൻ പറയാം. ഓക്കെ, അനീറ്റ അല്ലെ? അനീറ്റ വൈറ്റമിൻ കെ കേട്ടോ. വൈറ്റമിൻ കെ അടങ്ങിയിട്ടുള്ളത് സോഴ്സസ് ക്യാബേജ്, എഗ്സ്, മിൽക്ക്, സ്പിനാച്ച്, ബ്രൊക്കോളി ആൻഡ് കേൽ. പിന്നെ കോളിഫ്ലവറിലുണ്ട്, അമറാന്തസിലുണ്ട്. ഓക്കെ, ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ഹെൽപ്സ് ബ്ലഡ് ക്ലോട്ടിംഗ്, ഹെൽപ്സ് ഫോം ആൻഡ് കീപ്പ് അവർ ബോൺ സ്ട്രക്ചർ. പിന്നെ ഡെഫിഷ്യൻസി കോസ് ഡിസീസസ്, ബ്ലീഡിംഗ്, പുവർ ബോൺ ഡെവലപ്മെന്റ്, ഇൻക്രീസ്ഡ് കാർഡിയോവാസ്കുലർ ഡിസീസസ്. ഓക്കെ, ഞാൻ പറയാം വൈറ്റമിൻ കെ എന്ന് പറയുന്ന വൈറ്റമിൻ പ്ലേറ്റ്ലെറ്റ്സിന്റെ എന്താണ് പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ബ്ലഡിൽ 4 കമ്പോണൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? നാല് കമ്പോണൻസ്: റെഡ് ബ്ലഡ് സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസ്, പ്ലേറ്റ്ലെറ്റ്സ്, പ്ലാസ്മ. ഓക്കെ, അപ്പൊ ഈ ഇതില് പ്ലേറ്റ്ലെറ്റ്സ് ആണ് നമ്മുടെ ക്ലോട്ട് ചെയ്യുന്നത്, ബ്ലഡ് ഫ്ലോയില് ക്ലോട്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണ് இந்த പ്ലേറ്റ്ലെറ്റ്സ്. നമുക്ക് മുറിവൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ മുറിവ് പെട്ടെന്ന് ക്ലോട്ട് ആവുന്നത് നമ്മുടെ ബോഡിയിൽ പ്ലേറ്റ്ലെറ്റ്സ് ഉള്ളതുകൊണ്ടാണ്. ചില ആൾക്കാരിൽ എന്താണ് ഈ പ്ലേറ്റ്ലെറ്റ്സിന്റെ ഗ്രോത്തിന് അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സിന്റെ ഹെൽത്തിന് ഏത് ഇമ്പോർട്ടന്റ് ആണ്? വൈറ്റമിൻ കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ വൈറ്റമിൻ കെ നമ്മുടെ ബോഡിയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ക്ലോട്ട് ചെയ്യുന്ന ബ്ലഡ് പെട്ടെന്ന് ക്ലോട്ട് ആവില്ല. അപ്പൊ മുറിവൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ബ്ലഡ് ലോസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ വൈറ്റമിൻ കെ നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എന്താവും, നമ്മുടെ വൂണ്ടൊക്കെ പെട്ടെന്ന് ക്ലോട്ട് ആവും. അപ്പൊ പ്ലേറ്റ്ലെറ്റ്സിന്റെ ഗ്രോത്തിനാണ് വൈറ്റമിൻ കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി വൈറ്റമിൻ ബിനെ കുറിച്ച് ആരാ പറയുന്നേ, അല്ലെങ്കിൽ വിറ്റാമിൻ ബിനെ കുറിച്ച്? ഞാൻ പറയാം മാം. ഓക്കെ, അമൃത അല്ലെ? Vitamin B is the water-soluble vitamin which help the body cells to function properly, which help the body metabolism, create new cells, maintain healthy skin cells, brain cells, and other body tissues. Vitamin D rich in peas, bananas, oranges, nuts, whole grain breads, liver, and some fortified cereals, milk, egg, plain yogurt, cheese, meat, and green leafy vegetables. ഓക്കെ, ഇനി വൈറ്റമിൻ സിയോ? ഞാൻ പറയാം മിസ്സേ. ഓക്കെ, ജാസ്മിൻ പറഞ്ഞോട്ടോ. പപ്പായ, പേരക്ക, കിവി, സ്ട്രോബെറി, പിന്നെ ബ്രൊക്കോളി, പിന്നെ പീസ്. ഓക്കെ, എന്തിനൊക്കെയാ വൈറ്റമിൻ സി ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഉപയോഗം, യൂസസ്? മാം ഇത് സിട്രസ് ഫ്രൂട്ട്സിലൊക്കെ അടങ്ങിയ വൈറ്റമിൻ സി അല്ലേ? ഏതാണ്? ഈ സിട്രസ് ഫ്രൂട്ടിലൊക്കെ. ഓറഞ്ച് പോലെ. റോസ്ബെറി, മൊറിഗാനോ ലീഫ്, പപ്പായ, ഫ്രൂട്ട്സ്, കുറെ ഐറ്റംസ് ഉണ്ട്. ഓറഞ്ചിലുണ്ട്. ഇനി എന്തിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം വൈറ്റമിൻ സി? ഇത് ആന്റി ഓക്സിഡൻസ് ആണ്. പിന്നെ ബൂസ്റ്റ് ചെയ്യും, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. പിന്നെ ഹീലിങ്ങിന് സഹായിക്കുന്നു, നമ്മുടെ സെൽസിന് ഡാമേജിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നു. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ വൈറ്റമിൻ സി നമ്മൾ ഉപയോഗിക്കുന്നത്. സിട്രസ് ഫ്രൂട്ട്സിലും ജ്യൂസസിലും ആണ് ഇത് കൂടുതൽ അടങ്ങിയിരിക്കുന്നത്. അതായത് ഓറഞ്ച്, ലെമൺ, ഗ്രേപ്പ് ഫ്രൂട്ട്സ്, പപ്പായ, സ്ട്രോബെറി, കിവി, അങ്ങനെയുള്ള ഫ്രൂട്ട്സിലാണ് കൂടുതലും ഇത് ഉള്ളത്. പിന്നെ വെജിറ്റബിൾസിലാണെങ്കിൽ ബ്രക്കോളി, തക്കാളി, പിന്നെ ബ്രസൽസ് സ്പൗട്ട്സ്, പിന്നെ കെയിൽ, അങ്ങനെയുള്ള ഇലക്കറികളിലും ഉണ്ടാവും. എന്താണ്? നെല്ലിക്കയിൽ വിറ്റാമിൻ സി ഉണ്ട്.
അതെനിക്ക് വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഉണ്ട്, നെല്ലിക്കയിലുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ കാര്യം ചോദിക്കട്ടെ, തക്കാളി വെജിറ്റബിളാ? അല്ല, ഫ്രൂട്ടാണ്. Tomato ഫ്രൂട്ടാണ്, is a fruit, ma'am. ഫ്രൂട്ടാണ്. ഓക്കെ, ജസ്റ്റ് ചുമ്മാ ചോദിച്ചെന്നുള്ളൂ കേട്ടോ. നമുക്ക് നോക്കാം കേട്ടോ, നമ്മുടെ പോർഷനിലേക്ക് വരാം, ശ്രദ്ധിക്കാം. മിസ് ഒരു കാര്യം, എന്താടാ? എനിക്ക് വിറ്റാമിൻ ബിയുടെ ബെനിഫിറ്റ് എന്താന്നുള്ളതൊന്ന് പറഞ്ഞുതരൂ. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി എന്താണെന്ന്? വിറ്റാമിൻ ബി. എന്താണ്? വിറ്റാമിൻ ബിയുടെ വിറ്റാമിൻ ബി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രതിരോധ ശക്തി കുറയും. അതേപോലെ നമ്മുടെ ബോഡിയിലേക്ക് കാർബോഹൈഡ്രേറ്റ് യൂട്ടിലൈസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് കുറയും. പിന്നെ പ്രോട്ടീൻ, നമ്മുടെ ബോഡിയിലെ പ്രോട്ടീന്റെ അളവ് കുറയും. ബ്ലഡ് സെൽസിന്റെ ഫോർമേഷൻ അത് ബാധിക്കും. ഹെൽത്ത് ഓഫ് സ്കിന്ന് അതൊക്കെ ഉണ്ടാവും. പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലൊക്കെ വൈറ്റ് കളറുള്ള ഡോട്ട്സുകൾ വരും വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, കുട്ടികളെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് ഈ മുഖത്തും അതേപോലെ തന്നെ കൈയിന്റെ ഒക്കെ സൈഡിലായിട്ട് ചെറിയ ചെറിയ കുത്തുകൾ, വൈറ്റ് കളറുള്ള ഡോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ അടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് വൈറ്റമിൻ സിയുടെ കുറവാണ്, നിങ്ങൾ കുറച്ചു നേരം പോക്കുവയിലോ അങ്ങനെ എന്തെങ്കിലും ഇത് ശരിക്കും പറഞ്ഞ സോറി എനിക്ക് മാറിപ്പോയതാണ്ടോ, വൈറ്റമിൻ ബി ആണ് ഞാൻ ഡിയുടെ കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, ഇത് തന്നെയാണ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, അതേപോലെ റെഡ് ബ്ലഡ് സെൽസിന് സ്കിന്നിനും പ്രശ്നം വരും. അതേപോലെ നമ്മുടെ മോണയില്ലേ, വായിലൊക്കെ പോളം പോലെ വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങൾ? അത് വൈറ്റമിൻ ഡിയുടെ കുറവുകൊണ്ടാണ്. നമ്മുടെ വായിലൊക്കെ കുറവുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ബി കോംപ്ലക്സിന് സപ്ലൈസ് ആണ് എടുക്കാറ്. അത് നമ്മുടെ വായിലൊക്കെ പോളം പോലെ വരും. അതേപോലെ വൈറ്റമിൻ ബി എന്ന് പറയുന്നത് നമ്മുടെ പ്രതിരോധത്തിന് നല്ലതാണ്. ഇമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലതാണ്. അതുകൊണ്ടാണ് കൊറോണ ഒക്കെ വന്ന സമയത്ത് നമ്മളോട് ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു വൈറ്റമിൻ ഡിയുടെ ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കുന്നത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ? പ്രതിരോധത്തിന് നല്ലതാണ്, ഇമ്മ്യൂണിറ്റിക്ക് നല്ലതാണ്. ഓക്കെ, ക്ലിയർ ആയോ? ആടാ, ക്ലിയർ ആയോ? വായല് വരുന്ന ഇതിനെ എന്താ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? മൗത്ത് സ്റ്റൊം, എന്താ അതിന് ഇംഗ്ലീഷിൽ? ഓക്കെ, ഒന്ന് നോക്കട്ടാ ഇത് എന്താണ് അസുഖം എന്നൊക്കെ. ഓക്കെ, അത് എല്ലാവർക്കും ഉണ്ടാവും. പിന്നെ മോണയിലൊക്കെ പൊട്ടി വെള്ളം മുറിവൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഉണങ്ങാനുള്ള ബുദ്ധിമുട്ട്, അത് വൈറ്റമിൻ ഡി കുറവുള്ളവർക്കാണ് അങ്ങനെ വരാറ്. എന്തെങ്കിലും നമ്മുടെ വയറകത്ത് വല്ല മുറിവുകളൊക്കെ സംഭവിക്കുന്നത്. പിന്നെ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. പെട്ടെന്ന് എപ്പോഴും അസുഖങ്ങൾ വരുന്നത് കുട്ടികളിലാണ് നമ്മൾ മെയിൻ ആയിട്ട് കാണുന്നത്. അവരോട് വൈറ്റമിൻ ഡി അല്ലെങ്കിൽ അതർ സപ്ലിമെന്റ്സ് എടുക്കാനാണ് പ്രിഫർ ചെയ്യുക. നമുക്ക് നോക്കാം, വിറ്റാമിൻസിലേക്ക് വരാം, വൈറ്റമിൻസിലേക്ക് വരാം. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. വൈറ്റമിൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തിനും വെൽബീയിങ്ങിനും നല്ല ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകമാണ്. ദി ഷോ ഇൻ സ്മോൾ ക്വാണ്ടിറ്റി ഇൻ വേരിയസ് ഫുഡ്. എല്ലാ ഫുഡിലും ചെലവ് എന്തുള്ളൂ? വൈറ്റമിൻസ് ഉള്ളൂ. ഇപ്പൊ നമ്മൾ പറയും പപ്പായ, ഓറഞ്ച് എന്നൊക്കെ പറയുമ്പോൾ അതിലെല്ലാം കുറച്ച് എന്തുള്ളൂ? വൈറ്റമിൻസ് ഉള്ളൂ. വൈറ്റമിൻസ് ആർ 2 types. 2 ടൈപ്പ് വൈറ്റമിൻസ് ഉണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഫാറ്റ് സോളബിൾ ആൻഡ് വാട്ടർ സോളബിൾ വൈറ്റമിൻസ്. ഫാറ്റ് സോളബിൾ വൈറ്റമിൻസ് ആണ് A, D, E, K. They are only found in fatty food and are absorbed only where there is a fat. നമ്മുടെ ബോഡിയില് ഫാറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ പറഞ്ഞ A, D, E, K എന്ന് പറയുന്ന വൈറ്റമിൻസ് നമുക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. രണ്ടാമത്തെ വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി ആൻഡ് സി. ആൻഡ് അതർ വൈറ്റമിൻസ് ആർ വാട്ടർ സോളബിൾ. ബാക്കിയുള്ള വൈറ്റമിൻസ് ഉണ്ട്, B ഒക്കെ ഉണ്ട്, B1, B2, അതൊക്കെ എന്താണ്? വാട്ടർ സോളബിൾ വൈറ്റമിൻസ് ആണ്. നമുക്ക് പഠിക്കാനുള്ളതില് ചിലപ്പോൾ ഓഡ് വൺ ഔട്ട് ഒക്കെ ആയിട്ടും ചോദിക്കണത്. ഇതില് ഫാറ്റ് സോളബിൾ വൈറ്റമിൻസ് അല്ലാത്തത് ഏത്? അപ്പൊ A, B, E, K ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ടിക്ക് ചെയ്യണം? B ടിക്ക് ചെയ്യണം. അപ്പൊ അത്രയും ചെറിയ അതിന്റെ ഉള്ളിൽ നിന്ന് വരെയും ക്വസ്റ്റ്യൻസ് ചോദിക്കും. അത് നന്നായിട്ട് എന്ത് പഠിക്കാം? വാട്ടർ സോളബിൾ വൈറ്റമിൻസും ഫാറ്റ് സോളബിൾ വൈറ്റമിൻസും പഠിക്കണം. ഓഡ് വൺ ഔട്ട് ഒക്കെ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, നെക്സ്റ്റ് ആണ് ന്യൂട്രീഷൻ. എന്താണ് ന്യൂട്രീഷൻ?
എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണേ. ന്യൂട്രീഷൻ ഈസ് ദ പ്രോസസ് ടേക്കിംഗ് ഫുഡ് ആൻഡ് യൂസിങ് ഇറ്റ്സ് ഫോർ ഗ്രോത്ത്, മെറ്റബോളിസം ആൻഡ് റിപ്പയർ. അപ്പൊ ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം എന്ത് ചെയ്യുന്നു, ടേക്ക് ചെയ്യുക അല്ലെങ്കിൽ ഭക്ഷണം കൺസ്യൂം ചെയ്യുക. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളത് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അത് നമ്മുടെ ഗ്രോത്തിന്, വളർച്ചയ്ക്ക്, അതേപോലെ നമ്മുടെ സെൽസിലേക്ക് റിപ്പയർസിന് നമ്മൾ എന്ത് എടുക്കുന്നു, അത് നമ്മൾ യൂസ് ചെയ്യുന്നു. Nutritional supports is calculated to meet the nutritional nutritional supports is calculated to meet the nutritional requirements for growth and development. അപ്പോൾ nutritional supports എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളുടെ വളർച്ചയ്ക്കും ഡെവലപ്മെന്റിനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ് ഒരു ഘടകമാണ്. As well as to satisfy specialized nutritional requirements for adequate digestion, absorption and metabolism of nutrients. നമുക്ക് നമ്മുടെ ബോഡിയിലേക്ക് ഫുഡുകളൊക്കെ എന്ത് ചെയ്യുന്നത്, ദഹിക്കുന്ന ആ ഒരു പ്രോസസ്സിന് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്തായിട്ട് മാറുന്നു, ന്യൂട്രിയൻസ് ഒക്കെ ആയിട്ട് മാറുന്ന പ്രോസസ്സിനാണ് ഡൈജഷൻ എന്ന് പറയുന്നത്. അബ്സോർഷൻ എന്ന് പറഞ്ഞാലും നമ്മൾ ഈ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഈ ന്യൂട്രിയൻസ് ഒക്കെ നമ്മുടെ സെല്ല് എന്ത് ചെയ്യണം, അബ്സോർവ് ചെയ്യണം. മെറ്റബോളിസം എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഈ കഴിച്ചിരിക്കുന്ന ഫുഡ് അല്ലെങ്കിൽ ആ കിട്ടുന്ന ന്യൂട്രിയൻസ് ഒക്കെ എന്താക്കി മാറ്റണം, എനർജി ആക്കി മാറ്റണം. മെറ്റബോളിസം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡൈജഷൻ, അബ്സോർഷൻ, മെറ്റബോളിസം. മതിയായ ദഹനവും അതിന്റെ ആഗീരണവും അതേപോലെ പോഷകാഹാരത്തിന്റെ മെറ്റബോളിസം നടക്കണം. നമ്മുടെ സെൽസ്, ഓരോ സെൽസിലേക്കും ഈ എനർജി ഈ ഫുഡ് എത്തിയും അത് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും വേണം. ഇനി എന്തെല്ലാമാണ് നമ്മുടെ ന്യൂട്രീഷണൽ നീഡ്സ് എന്ന് നോക്കാം. നമുക്ക് നല്ല രീതിയിൽ ഈ കലോറീസ് യൂസ് ചെയ്ത് ഗ്രോത്തും ഡെവലപ്മെന്റും നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് പറയുന്നതനുസരിച്ച് നമ്മുടെ ബോഡിക്ക് ഗ്രോത്തും ഡെവലപ്മെന്റും എന്താവശ്യമാണ്, ഇത്ര എമൗണ്ട് കലോറീസ് ആവശ്യമാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ ഓരോ കുട്ടികൾക്കും അവരുടെ ഏജിനനുസരിച്ചുള്ള വളർച്ച കിട്ടണമെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ ന്യൂട്രീഷൻസ് ഒക്കെ നല്ല പ്രോപ്പർ ആയിട്ട് കിട്ടണം, കറക്റ്റ് പ്രോട്ടീൻസ് ഒക്കെ കിട്ടണം. അവരുടെ ഏജിനനുസരിച്ചിട്ടുള്ള അവരുടെ ബോഡിയിലുള്ള കാൽസ്യം, ഫോസ്ഫറസ്, വൈറ്റമിൻസ്, അതേപോലെ അയണിന്റെ ഒക്കെ ലഭ്യത ഉറപ്പുവരുത്തുന്നത് നമ്മൾ ഈ കഴിക്കുന്ന ഫുഡിൽ നിന്നാണ്. അതേപോലെ വൈറ്റമിൻസിന്റെയും മിനറൽസിന്റെയും ഒരു സഫീഷ്യന്റ് ലെവൽ, കറക്റ്റ് ആയിട്ടുള്ള ലെവൽ നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പൊ വൈറ്റമിൻ ബി കുറഞ്ഞു പോയി കഴിഞ്ഞാല്, ബി എന്ന് പറയുന്ന വൈറ്റമിൻ നമ്മുടെ ബോഡിയിൽ കുറവാണെങ്കിൽ എപ്പോഴും എന്താണ് കുട്ടികൾക്ക് അസുഖം വരും. അല്ല വൈറ്റമിൻ ഡി ആണ് കുറവെങ്കിൽ കുട്ടികളുടെ സ്കിന്നിന് പ്രശ്നം വരും, സ്കിന്നില് വൈറ്റ് കളർ ഡോട്ട്സ് ഒക്കെ വരും. അപ്പൊ അതേപോലെ നമുക്ക് നമ്മുടെ ബോഡിയിൽ അത്യാവശ്യത്തിന് എന്ത് വേണം, ഫാറ്റി ആസിഡ്സ് അല്ലെങ്കിൽ ഫാറ്റ് ആവശ്യമുണ്ട്. കാരണം ഫാറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ബോഡിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പറഞ്ഞ വൈറ്റമിൻസിൽ ഒരു 4 വൈറ്റമിൻസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആഗിരണം ചെയ്യാനായിട്ട് പറ്റുള്ളൂ, എ, ഡി, ഇ, കെ. അപ്പൊ ഇതിനെല്ലാത്തിനും നമുക്ക് എന്താവശ്യമാണ്, ന്യൂട്രീഷൻസ് ആവശ്യമാണ്. നമുക്ക് നോക്കാം. Nutrition needs include the following: adequate level of calorie required for growth, development and increased metabolic demand. നമ്മുടെ ബോഡിയിലേക്ക് ആവശ്യത്തിനുള്ള കലോറീസ്, ഗ്രോത്തിനും ഡെവലപ്മെന്റിനും ആവശ്യമുള്ള കലോറീസ് നമ്മൾ എന്ത് ചെയ്യണം, ആഗിരണം ചെയ്യണം. അതിന് മെറ്റബോളിക് ആക്ടിവിറ്റീസ് കറക്റ്റ് ആയിട്ട് രീതിയിൽ നടന്നാൽ മാത്രമേ നമുക്ക് ഇതേപോലെ ഗ്രോ ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും ആവശ്യമുള്ള കലോറീസ് കിട്ടുള്ളൂ. Sufficient level of proteins that is safe for the age of the child. ഒരു കുട്ടിക്ക് അവന്റെ ഏജ് ഡിമാൻഡ് ചെയ്യുന്ന പ്രോട്ടീന്റെ അളവ് എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. The level of calcium, phosphorus, vitamin D and iron that are age suitable. അവരുടെ ഏജിൽ ഇത്ര അയൺ വേണം, ഇത്ര ഫോളിക് അല്ലെങ്കിൽ ഇത്ര വൈറ്റമിൻ ഡി വേണം എന്നുണ്ട്. അത് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഈ പറഞ്ഞ ന്യൂട്രീഷണൽ നീഡ് അല്ലെങ്കിൽ നമ്മള് ഫുഡ് വേണം. സഫീഷ്യന്റ് ലെവൽ ഓഫ് അതർ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്, മറ്റുള്ള വൈറ്റമിൻസിന്റെയും മിനറൽസിന്റെയും ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ നമ്മുടെ ബോഡിയിലെ ഫാറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും എന്ത് വേണം, ഈ ന്യൂട്രീഷൻസ് വേണം എന്നാ പറയുന്നത്. ഓക്കെ, ഇനി മാൽ ന്യൂട്രീഷനെ കുറിച്ചാണ്. മാൽ ന്യൂട്രീഷൻ എന്താണ് മലയാളത്തില്? പോഷകാഹാരക്കുറവ് എന്നാ പറയുന്നത്. നിങ്ങൾ കേട്ടില്ലേ പോഷകാഹാരക്കുറവ്? നമ്മളുടെ ഡിമാൻഡ് ചെയ്യുന്ന അത്രയും എന്തുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മുടെ ഏജ് പറയുന്ന അത്രയും ഗ്രോത്ത് നമ്മുടെ ബോഡിക്ക് ഇല്ലാണ്ട് വരുമ്പോഴാണ് പോഷകാഹാരക്കുറവ് എന്ന് പറയുന്നത്. ചില കുട്ടികളെ നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ആ കുട്ടി ചെറുതാണല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അവരുടെ ഏജ് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഒരു 5 വയസ്സൊക്കെ ആയിരിക്കും.
ശരിക്കും നമുക്കൊരു 3 വയസ്സിന്റെ വളർച്ച അവന് തോന്നുള്ളൂ. നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അവൻ എന്താണ് പോഷകാഹാരക്കുറവുണ്ടെന്ന്. അപ്പോ ഇതേപോലെ ഒരു കേസ് ഞാൻ ഒരു 3.5 വയസ്സുണ്ട് ആ കുട്ടിക്ക്. പക്ഷെ 3.5 വയസ്സുണ്ട് കുട്ടി. ഞാൻ ചെറിയ കുട്ടിയാണെന്നാ വിചാരിച്ചത്. ഒരു 2 വയസ്സൊക്കെ ആയിട്ടുള്ളൂ എന്ന് വിചാരിച്ചു. അപ്പൊ അവിടെ പേര് നമ്മൾ ചോദിച്ച് എത്ര വയസ്സായെന്ന് അവന്റെ അമ്മനോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് 3.5 വയസ്സായിരുന്നു. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു. അപ്പൊ ഞാൻ ചോദിച്ചു കുട്ടിക്ക് ഫുഡൊക്കെ കൊടുക്കാതെ ആൾ ചെറുതാണല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ ആള് പറഞ്ഞു ആൾക്ക് എപ്പോഴും കഫക്കെട്ടാണെന്ന്. അപ്പൊ കഫക്കെട്ട് ആയതുകൊണ്ട് എന്ത് കൊടുക്കാറില്ല, ഈ മിൽക്ക് പ്രൊഡക്റ്റ്, എഗ് പ്രൊഡക്റ്റ് ഒന്നും കൊടുക്കാറില്ല. അപ്പൊ ഞാൻ പറഞ്ഞു പ്രോട്ടീൻ ഒക്കെ അതിലാണല്ലോ കൂടുതലായിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്തായാലും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യാൻ പറഞ്ഞു. കാരണം പോഷകാഹാരക്കുറവ്, നമ്മൾ കഫക്കെട്ടാണെന്നൊക്കെ പറഞ്ഞ് നിൽക്കും, അതിനൊന്നും ഒരു ഉറപ്പില്ല കഫക്കെട്ടൊക്കെ വരുത്തും എന്ന് പറയുന്നത് പഴയ ആൾക്കാർ പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ മിൽക്കും അതേപോലെ തന്നെ എഗ് ഒക്കെ കഴിക്കുന്നത് കൊണ്ട് എഗ് വൈറ്റ് കൊടുക്കുക, ഫാറ്റ് ആണ് നമ്മൾ ഈ പറയുന്ന എന്താ പറയാ നടുക്കുള്ള യെല്ലോ പോർഷൻ കൊടുക്കാതെ എഗ് വൈറ്റ് ഒക്കെ കൊടുക്കുന്നത് നല്ലതാണെന്നാണ് എന്റെ അഭിപ്രായം. കാരണം അവർ പറഞ്ഞ റീസൺ കഫക്കെട്ടെന്നാണ്. പക്ഷെ ആ ഒരു പ്രശ്നം കൊണ്ട് ചെറുപ്പം മുതലേ കൊടുക്കാറില്ല എന്നാ പറഞ്ഞത്. അപ്പൊ ആ കുട്ടിക്ക് പ്രോട്ടീന്റെ ഒക്കെ അളവ് എന്താണ്, കുറവാണ്. നമ്മുടെ ഡോക്ടറെ കാണിച്ചു നോക്കുക. കാരണം അങ്ങനെ വരാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവമാണ് മാൽന്യൂട്രീഷന്റെ. അമ്മമാർക്ക് അല്ലെങ്കിൽ കുട്ടികളെ വളർത്തുന്ന ആൾക്കാർക്കുള്ളൊരു മിഥ്യാധാരണയാണ്. പക്ഷേ നമ്മള് പുറത്തെ രാജ്യങ്ങള്, അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് നോക്കാം, ആഫ്രിക്ക പോലത്തെ രാജ്യങ്ങളില് ഇപ്പോഴും കുറെ ആൾക്കാർക്ക് എന്ത് ചെയ്യുക, പോഷകാഹാരങ്ങൾ കിട്ടുന്നില്ല. അതേപോലെ എന്താ പറയാ അട്ടപ്പാടിയിലൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ തന്നെ അട്ടപ്പാടി ആ ഒരു ഏരിയയിൽ ആരെങ്കിലും വരുന്നുണ്ടോ? വയനാട് ആ ഭാഗത്ത് നിന്നൊക്കെ ആരെങ്കിലും ഇല്ല അല്ലെ? മറ്റു ക്ലാസ്സുകളിൽ ഉണ്ടായിരുന്നു. ഉണ്ടോ? ഓക്കേടാ. അപ്പൊ ഈ പോഷകാഹാരക്കുറവ് അവിടെ നല്ല കുട്ടികൾ കൂടുതൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അട്ടപ്പാടി ആ റീജിയനിൽ കൂടുതലായിട്ട് പോഷകാഹാരക്കുറവ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുട്ടികളിൽ. അപ്പൊ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ പറയാ ന്യൂട്രീഷൻ അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡിന്റെ ലഭ്യതക്കുറവുണ്ട്. അതേപോലെ കുറെ കുട്ടികള് ജനിക്കുമ്പോൾ തന്നെ അംഗവൈകല്യരായിട്ടൊക്കെയാണ് ജനിക്കുന്നതെന്ന് പറഞ്ഞു കേൾക്കുന്നത്. അപ്പൊ അതെല്ലാം എന്താണ്, അവർ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഇതേപോലത്തെ ന്യൂട്രീഷ്യസ് ഫുഡുകൾ ആർക്ക് അമ്മയ്ക്ക് കിട്ടാത്തത് മൂലമാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കുട്ടികൾ, ആരോഗ്യമില്ലാത്ത കുട്ടികൾ ജനിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതിന് വേണ്ട സ്റ്റെപ്സ് ഇപ്പൊ ഗവൺമെന്റ് നല്ല രീതിയിൽ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് ഒക്കെ എടുക്കുന്നുണ്ട്. അതിനാണ് നമുക്ക് എന്താണ് അമ്മമാരായിരിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് വാക്സിൻസ്, കുട്ടികൾക്ക് മറ്റു അസുഖങ്ങളും വരാതിരിക്കാൻ വേണ്ടി ടീക്കയൊക്കെ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അമ്മമാർക്ക് ഒരു 3 months കഴിഞ്ഞോ 5 months കഴിഞ്ഞ അമ്മമാർക്ക് അംഗനവാടി വഴിയാണ് പോഷകാഹാരത്തിന് കിറ്റ് കൊടുക്കുന്നുണ്ട്. അല്ലാത്ത പക്ഷം ചില സ്ഥലങ്ങളിൽ അരി അല്ലെങ്കിൽ ചെറുപയറ് മറ്റ് ഭക്ഷണ സാധനങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെന്താണ്, അതേപോലെ കുട്ടി ജനിച്ചു കഴിഞ്ഞ 6 മാസം വരെ നമ്മള് എന്താണ് അമ്മയുടെ പാല് തന്നെയാ കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് പോഷകാഹാരത്തിന് വേണ്ടിയിട്ട് അമൃതം പൊടി, അതെനിക്ക് തോന്നുന്നു എല്ലാ ഏരിയയിലും കിട്ടുന്നുണ്ട് ഇല്ലേ? അപ്പൊ അമൃതം പൊടിയൊക്കെ കൊടുക്കുന്നു. അതൊക്കെ കുട്ടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമുക്ക് നോക്കാം. ഈ റാഗി കൊടുക്കാൻ പറ്റില്ലേ? എന്താണ് റാഗി പോഷകാഹാരത്തിൽ പെടുന്നത്? രാഗി പോഷകാഹാരത്തിൽ പറഞ്ഞതാണ്. രാഗിയില് അയണിന്റെ കണ്ടന്റ് വളരെ കൂടുതലാണ്. ഏറ്റവും നല്ലൊരു ഭക്ഷണമാണ്. കാരണം നമുക്കും നല്ലതാണ്, കുട്ടികൾക്കും നല്ലതാണ് റാഗി എന്ന് പറയുന്നത്. ചില നാടുകളിൽ പുല്ല് അങ്ങനെയൊക്കെ പറയൂ കേട്ടോ. പറഞ്ഞോ കൃഷ്ണ. ഇപ്പോ അമൃതം പൊടി മാത്രല്ല, ഈ കുട്ടികൾക്ക് മാത്രല്ല അമ്മമാർക്ക് ഇപ്പൊ അംഗൻവാടികളിൽ നിന്ന് കൊടുക്കണ്ട്. വെയിറ്റ് കുറവുള്ള സമയത്ത് പ്രഗ്നന്റ് ആയിരിക്കുമ്പേ. ഞാൻ പ്രഗ്നന്റ് ആയിരുന്നപ്പോ എനിക്ക് വെയിറ്റ് കുറവായിരുന്നു. അപ്പൊ എനിക്കും പൊടി കിട്ടിയിട്ടുണ്ട്. അമൃതം പൊടി അല്ലാതെ അമ്മമാരിക്കും പൊടി ഉണ്ട് ഇപ്പൊ. അങ്ങനെ എന്താണ് അതിന്റെ പേര്. കിട്ടുന്നുണ്ട് കേട്ടോ, അല്ലാതെ വെയിറ്റ് കുറവുള്ള അമ്മമാർക്കൊന്നല്ല, എല്ലാ അമ്മമാർക്കും കിട്ടുന്നുണ്ട്. എനിക്കൊക്കെ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു, എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് അത് വെയിറ്റ് കുറവിനാണെന്നും പറഞ്ഞാണ് തന്നത് അംഗൻവാടിയിൽ നിന്ന്. ഓക്കെ,
ഞാൻ അതെനിക്ക് തോന്നുന്നു ഞാൻ കഴിച്ചിരുന്നു. ഞാൻ അത് വെച്ച് ഫുഡൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ഒരു വെറൈറ്റീസ് ആയിട്ട് ഫുഡ്. കാരണം എനിക്കത് കുറുക്കി കഴിക്കാനൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. വേറെ ടൈപ്പ് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കും. ഒരു മെയിൻ ആയിട്ട് അത് കുറെ ഐറ്റംസ് ഒരുമിച്ച് പൊടിച്ച് മിക്സ് ചെയ്താൽ തന്നെയാണ് അതിലെ ലിസ്റ്റ് കണ്ടത്. മാം, നമുക്ക് ഇപ്പൊ അമൃതം പൊടിയെ പറ്റി പറയുന്നത് കേൾക്കാലോ. 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അമൃതം പൊടി കൊടുക്കുമ്പം അവർക്ക് അത് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണെന്ന്. അത് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ അമൃതം പൊടിയിൽ ഷുഗറിന്റെ കണ്ടന്റ് ഉണ്ട്. അത് ഒരു 6 മാസം മുതലുള്ള കുട്ടികൾക്ക് ഷുഗർ കൊടുക്കണ്ട, അത് എന്തിനാ കൊടുക്കണേന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലാതെ ഡൈജസ്റ്റൻ പ്രോസസ്സിന് വേറെ പ്രശ്നമൊന്നുമില്ല എന്നാണ് എന്റെ ഒരു അറിവ്. ഷുഗർ അത് എന്റെ മോൻ ഒരു 6 മാസം മുതൽ കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുന്നുണ്ട്. പക്ഷെ അവൻ ഇങ്ങനെ സ്വീറ്റ്സ് ഒന്നും കഴിക്കലുണ്ടായിരുന്നില്ല. പക്ഷെ അവന്റെ പല്ല് ഏകദേശം എല്ലാം ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ പൊടിഞ്ഞു പോയി. അപ്പൊ എന്താ ചോദിച്ചപ്പോ പോഷകാഹാരക്കുറവാന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ അവന് ക്യാരറ്റ് ഒക്കെ ജ്യൂസ് അടിച്ച് അങ്ങനെ എല്ലാം അത്യാവശ്യ സാധനങ്ങളെല്ലാം കൊടുക്കലുണ്ട്. അങ്ങനെ വേണ്ടാത്തല്ല. പക്ഷെ ഈ അമൃതം പൊടി അവൻ നല്ലോണം കുടിക്കായിരുന്നു. ഇപ്പോൾ സംഭവം ഇഷ്ടമാണ്. പക്ഷെങ്കിൽ പിന്നെ ഡോക്ടർ പറഞ്ഞു അമൃതം പൊടിയുള്ള പഞ്ചസാരയുടെ അളവ് കൂടുതലും, പിന്നെ അവർക്ക് അതിന് കൂടുതൽ അളവില് വല്ലാണ്ട് ഇതൊക്കെ ഉണ്ട്, ഇപ്പോൾ നട്ട്സ് എല്ലാം ഉണ്ട്. അപ്പൊ അത് ലിമിറ്റിൽ കൂടുതലായതുകൊണ്ടും ബുദ്ധിമുട്ട് വരും. അപ്പൊ നിങ്ങൾ അത് അധിക അളവിൽ കൊടുക്കണ്ടെന്ന് പറഞ്ഞു പിന്നെ എന്നോട്. ഓക്കെ, അമൃതം പൊടിയിൽ പഞ്ചസാര അളവ് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ അതൊരു പ്രശ്നമായിട്ടുണ്ട്. പിന്നെ എന്താണ് ആ പാക്കറ്റുമ്മലെ പനം കൽക്കണ്ടെന്നാണല്ലോ എഴുതിയിരിക്കണേ. പക്ഷേ എടാ, ഈ പനം കൽക്കണ്ടോ മതി, ശർക്കരയും മതി, ഇതെല്ലാം ഷുഗറിന്റെ പല ഫോമാണ്. നമ്മൾ പനം കൽക്കണ്ടാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഷുഗറിന്റെ ഫോമാണ്. അതിൽ പെർസെന്റേജ് ഓഫ് ഷുഗർ ഇൻഗ്രീഡിയൻസിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പുറത്ത് കാണിക്കുന്നുണ്ട് അവര് പോഷകാഹാര ഗോതമ്പ് ഇന്നതൊക്കെ പൊടിച്ചതാണെന്ന്. അതിന്റെ പാക്ക് വശം ഒന്ന് എടുത്ത് നോക്കി, അത് ഷുഗർ എന്നാണ് എഴുതുന്നത്. അത് ഷുഗറിന്റെ ഒരു കമ്പോണന്റ് ആണ് ഈ പനം കൽക്കണ്ട. നമ്മൾ ഈ പറയുന്ന ശർക്കരയൊക്കെ എന്താണ് ഷുഗറിന്റെ മറ്റു ഫോമുകളാണ്. നേരിട്ടല്ലെങ്കിലും പക്ഷെ ഒരു അളവ് ഉണ്ട്. എനിക്ക് അഭിപ്രായമില്ല, ഒരു 6 months മുതലുള്ള കുട്ടികൾക്ക് അമൃതം പൊടി കൊടുക്കണം എന്ന് എനിക്ക് അഭിപ്രായം. ഒരു 1 year ആൻഡ് 1 year കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കാം. നമുക്ക് ഈ പറഞ്ഞ പൊടി വീട്ടില് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. കുറച്ച് എന്താ പറയാ, നമുക്ക് ഇമ്പോർട്ടന്റ് തോന്നുന്ന കുട്ടികൾക്ക് നമ്മൾ കൊടുത്തു നോക്കി, ഇതൊക്കെ നമ്മൾ കുട്ടികൾക്ക് കൊടുത്തു നോക്കാം. ഈ പറയണ സൂചി ഗോതമ്പൊക്കെ നല്ലതാണ്, റാഗി നല്ലതാണ്. പിന്നെന്താണ്, പിന്നെ വെജിറ്റബിൾസ് ഒക്കെ വേവിച്ച് അത് ജ്യൂസ് അടിച്ച് കൊടുക്കാം. ഏത്തപ്പഴം അതേപോലെ തന്നെ പുഴുങ്ങിയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തിട്ട് ചെറിയ കുട്ടികളുടെ കാര്യമാണ് എനിക്ക് പറയുന്നത്, മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 2 വയസ്സ് 1.5 വയസ്സൊക്കെ മുതൽ നമ്മൾ ഭക്ഷണം വെച്ചു കൊടുക്കണം നല്ലത്. കുട്ടികൾ കഴിക്കട്ടെ. ഈന്തപ്പഴം ഓക്കെ, അതൊക്കെ നല്ലതാണ്. ഞാൻ പറയട്ടെ, ഉപ്പും പഞ്ചസാരയും തീരെ കൊടുത്തിട്ടില്ലെങ്കിൽ പ്രശ്നമുണ്ട്. പക്ഷെ 1.5 വയസ്സായി ഇപ്പോ പേരക്കുട്ടികൾക്ക് വന്നിട്ടുണ്ട്. ഉപ്പും പഞ്ചസാര കൊടുക്കില്ല, തീരെ കൊടുക്കലില്ല. ഒരു പൊടി വരകിട്ട് കൊടുക്കുക ചെയ്യാം. അപ്പോ അതില് ഉപ്പും തീരെ അടയലില്ല, പഞ്ചസാരയും തീരെ അടയലില്ല. പക്ഷെ അതും ആവശ്യത്തിന് വേണ്ടി വരൂലേ 1.5 വയസ്സായ കുട്ടിക്ക്. അത് നമ്മളിപ്പോ കഴിക്കുന്നു. ഇപ്പൊ പഞ്ചസാരയൊക്കെ ചോറ് കൊടുക്കുന്നില്ലേ? ചോറും എല്ലാം കഞ്ഞി അടിച്ചിട്ടാ കൊടുക്കവര്. കഞ്ഞി അടിച്ചു കൊടുക്കുന്നത്. കഞ്ഞിയിൽ എന്തെന്നാ ഉള്ളത്? ഗ്ലൂക്കോസാ, ഷുഗറാ? പഞ്ചസാര ആഡ് ചെയ്തില്ലാലും പ്രശ്നമൊന്നുമില്ലല്ലേ? ഉപ്പും പഞ്ചസാര ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ കുറച്ച് വലുതാവുമ്പോ എന്തായാലും അത് കിട്ടുമല്ലോ. ഉപ്പ് കൊടുക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നത് വലിയ പ്രശ്നം. കാരണം നമ്മൾ കമ്പാരിറ്റീവ്ലി പഞ്ചസാരനേക്കാളും കുറവ് അളവാണ് ഉപ്പ് കഴിക്കുന്നത്. പിന്നെ ഷുഗർ എന്ന് പറയുന്നത് ഡയറക്റ്റ് ഷുഗർ നമ്മൾ ഈ കാണുന്ന എന്നാൽ പഞ്ചസാര കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. അല്ലാതെ ഷുഗർ ഉണ്ടല്ലോ, ഫ്രൂട്ട്സിലൊക്കെ മധുരം ഉണ്ടല്ലോ, അത് കുഴപ്പമില്ല. അത് ഡയറക്റ്റ് ഷുഗർ അല്ലേ, അത് കുഴപ്പമില്ല കഴിക്കുന്നത്. അത് നമ്മൾ കഴിക്കുന്നുണ്ട്. ഞാൻ എന്റെ മോന് അവന് എന്റെ ഹസ്ബൻഡിന് ഷുഗർ ഉണ്ട്. ആൾക്ക് type 2 ഷുഗർ ആണ്. അപ്പൊ type 2 ഷുഗർ ആയതുകൊണ്ട് ജീവിതശൈലി രോഗങ്ങളിൽ പെടുന്നതാണ് type 2 ഷുഗർ എന്ന് പറഞ്ഞാല്. ആളും നന്നായിട്ട് ചോറൊക്കെ കഴിക്കുമായിരുന്നു. അപ്പൊ ഷുഗർ ടെസ്റ്റ് ചെയ്തപ്പോ ഒരു എന്താ കിഡ്നി സ്റ്റോണിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോ ലിവർ ഫാറ്റി ആണ് കണ്ടു. അതിന്റെ ഭാഗമായിട്ട് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തപ്പോ ആൾക്ക് കൊളസ്ട്രോൾ ഒന്നും കുഴപ്പമില്ല, പക്ഷെ ഷുഗർ ഹൈ ആയിരുന്നു. ഞാൻ ഷുഗർ ആണെന്ന് കണ്ടുപിടിച്ചു. ആൾക്ക് ഷുഗർ ഉള്ള സമയത്താണ് ഞാൻ വീട് കൺസീവ് ആവുന്നത്. അപ്പൊ മോൻ ഡെലിവറി കഴിഞ്ഞ് മോൻ പെട്ടെന്ന് ഷുഗർ നോർമലായി. പെട്ടെന്ന് വെച്ചാൽ പിറ്റേ ദിവസം ഡെലിവറി കഴിഞ്ഞ് പിറ്റേ ദിവസം ഷുഗർ കൊച്ചിന് നോർമൽ ആവില്ല. കാരണം അമ്മയുടെ പാല് കുടിച്ച്
കുറച്ചൊരു 1-2 ദിവസം കഴിയുമ്പോഴാണ് കുട്ടികൾ നോർമൽ ആവുന്നത് ഷുഗർ. അപ്പൊ സിസ്റ്റർ ചോദിച്ചു മോന് ഷുഗർ ഉണ്ടായിരുന്നു നേരത്തെ ഡെലിവറിക്ക് മുമ്പ്. ഞാൻ പറഞ്ഞു എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ഹസ്ബൻഡ് ഉണ്ട്, അതാണ് തോന്നുന്നുണ്ട്, മോനെ വേഗം ഷുഗർ നോർമൽ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പേടിയായിരുന്നു കേട്ടോ. കുറച്ച് 3 മാസം കഴിഞ്ഞ ഡോക്ടറോട് ചോദിച്ചു ആൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ചിലപ്പോൾ മോനിന് ഷുഗർ വരാണെങ്കിൽ അത് പാരമ്പര്യ ഷുഗർ ആയിരിക്കും, ടൈപ്പ് 1 ഡയബറ്റിക് ആയിരിക്കും എന്ന് പറഞ്ഞു. എനിക്കറിയാം ടൈപ്പ് 1 ഡയബറ്റിക് എന്ന് വെച്ചാൽ ഭയങ്കര റിസ്ക് ആണ്. നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ മുറിവ് സംഭവിച്ചപ്പോൾ അത് ഉണങ്ങാനായിട്ട് ടൈം എടുക്കും. അപ്പോ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന് ഞാൻ 1.5 വയസ്സ് വരെയും 1.5-2 വയസ്സ് വരെയും അടുപ്പിച്ച് മധുരം ഒന്നും കൊടുത്തിട്ടില്ല. മധുരം എന്ന് പറയുന്ന ഐറ്റമേ ഞാൻ അവന് എന്ത് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടേ ഇല്ല. അപ്പൊ ഈ ഇടയ്ക്കാണ്, കഴിഞ്ഞ ദിവസമാണ് ഞാനല്ല, വീട്ടില് നമുക്കറിയാലോ ഗ്രാൻഡ് പാരന്റ്സ് കുട്ടികളോട് സ്നേഹം പ്രകടിപ്പിക്കുന്ന എങ്ങനെയാ, ഈ ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടാണ്. അപ്പൊ അവരെന്താ ചെയ്തതെന്ന് വെച്ചാല് കോലുമിഠായി ഉണ്ടല്ലോ, അവന് കണ്ടിട്ടേ ഇല്ലാത്ത സാധനം കോലുമിഠായി വാങ്ങിച്ചു കൊടുത്ത്. എന്റെ പൊന്നോ എന്ത് സന്തോഷമാണ് ഈ കോലുമിഠായി കഴിക്കുമ്പോൾ. മധുരമാണല്ലോ, കഴിക്കാണ്, ആദ്യമായിട്ട് കഴിക്കണതാ. ഭയങ്കര സന്തോഷത്തിൽ ഭയങ്കരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കാം. ദേഷ്യമൊക്കെ വന്നു, പക്ഷെ എന്നാലും അവന്റെ സന്തോഷം കണ്ടപ്പോൾ വിചാരിച്ചു ഞാനായിട്ട് മാറ്റാണല്ലോ. അത് മാത്രം അലോ ചെയ്തു. 1 പ്രാവശ്യം ഞാൻ കോലുമിഠായി ഒരെണ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനായിട്ട് കൊടുത്തല്ല, വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും കൊടുത്താണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഷുഗർ കുട്ടികളിൽ നിന്ന് ഡയറക്റ്റ് ഷുഗർ, പഞ്ചസാരയൊക്കെ ഉണ്ടല്ലോ, ഞാൻ പാലൊക്കെ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ കുറുക്കൊക്കെ കൊടുക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ ഷുഗർ അത്ര ഇടില്ല. ഷുഗർ ഇടാണ്ട് മറ്റെന്തെങ്കിലും രീതിയിൽ കൊടുക്കാറാ പതിവ്. ഷുഗർ കുറച്ചിടുള്ളൂ, പഞ്ചസാര അല്ല, ഈ പറഞ്ഞ പോലെ പനങ്കൽക്കണ്ടാണ്, കുറച്ചളവേ ചേർക്കുള്ളൂ. ഇപ്പൊ നമ്മള് കുറുക്കൊക്കെ ഉണ്ടാക്കുമ്പോ അത് കുറച്ചളവേ എന്ത് ചെയ്യുള്ളൂ, പനങ്കൽക്കണ്ടം ചേർക്കുള്ളൂ. ഒരുപാടല്ല. ഒരു മധുരം ഉണ്ടോന്ന് ചോദിച്ചാൽ ആ മധുരം ഉണ്ട്, മധുരം ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല. എനിക്ക് പേടിയാണ്, കാരണം ടൈപ്പ് 1 ഡയബറ്റിക് അങ്ങനെ ആയിക്കഴിഞ്ഞാല് നമ്മുടെ ജീവിതകാലം മുഴുവനും ഈ ഷുഗറിന്റെ ടാബ്ലറ്റ് ഒക്കെ കഴിക്കേണ്ടി വരും. പിന്നെ കുറച്ചും കൂടി സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻസുലിൻ ഒക്കെ കുത്തണം. അപ്പൊ ആ റിസ്ക് നമുക്ക് അറിയാവുന്നത് കൊണ്ട് നമ്മൾ അത്രയും കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് മാൽ ന്യൂട്രീഷനെ കുറിച്ചാണ്. അപ്പൊ ഇതിൽ ആരാണ് വയനാട്ടിൽ നിന്ന് വന്നത്? മേഘയാണോ? വയനാടാണോ? ഏതാണ് അട്ടപ്പാടി ആ ഒരു ഏരിയ? ഇല്ല മിസ്, അവിടെ അല്ല. മാനന്തവാടി വയനാട് മാനന്തവാടി എന്ന് പറയും, അവിടെയാ മിസ്. അപ്പോ അവിടങ്ങളില് ഞാൻ ഉദ്ദേശിക്കുന്ന ഈ നമ്മുടെ അട്ടപ്പാടി ഏരിയയില് സ്ത്രീകൾക്ക് പോഷകാഹാര കുറവാണ്. അവിടെ ജനിക്കുന്ന കുട്ടികൾക്ക് ആരോഗ്യമില്ല, ഒരുപാട് ശിശുമരണ റേറ്റ് കൂടുതലാണ്. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതല്ലേ പത്രത്തിലൊക്കെ? കേട്ടിട്ടില്ലേ? പാലക്കാടല്ലേ മാം? പാലക്കാടാണോ? പാലക്കാടല്ല, അട്ടപ്പാടിയില് അങ്ങനെയാണ്. ഞാൻ അട്ടപ്പാടിയാണ് പറഞ്ഞത്. ട്രൈബ്സ് കൂടുതലായിട്ട് അട്ടപ്പാടിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാൽ ന്യൂട്രീഷൻ ആണ്, പോഷകാഹാരക്കുറവ് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നോക്കാം, നമുക്ക് മാൽ ന്യൂട്രീഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. Malnutrition is the condition that occurs when the body does not get sufficient nutrition caused by not having enough to eat, not eating enough of right things, or being unable to use the food that one does eat. അപ്പോ മാൽന്യൂട്രീഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആണ്, നമുക്ക് സഫിഷ്യന്റ് എമൗണ്ട് ഓഫ് ന്യൂട്രീഷൻ ഫുഡ് കഴിക്കാനായിട്ട് ഇല്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ നമുക്ക് കഴിക്കുന്ന ഫുഡ് നമുക്ക് ആ പറഞ്ഞിട്ടുള്ള ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് ഒന്നും തരുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത ഫുഡുകൾ, കഴിക്കാൻ കിട്ടാത്ത ഫുഡുകളിൽ നിന്നൊക്കെ കിട്ടുന്ന ന്യൂട്രീഷൻസ് നമ്മുടെ ബോഡിയിൽ കുറയുമ്പോഴാണ് മാൽന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പോഷകാഹാരക്കുറവ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡില് ഈ പോഷകാഹാരത്തിന്റെ അളവിൽ കുറവ് വരാണ്. ഇത് എന്തെല്ലാം കാരണം കൊണ്ടാണ് വരുന്നത്? It may result insufficient or unbalanced diet. ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ള അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് മൂലമാണ് നമുക്ക് പോഷകാഹാരക്കുറവ് വരുന്നത്. The problem with digestion or absorption. പിന്നെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെ ബോഡിയിൽ അനുസരിച്ചാണ്. നമ്മുടെ ബോഡിയിലെ ദഹനത്തിന്റെയും ആഗീരണത്തിന്റെയും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, സ്റ്റൊമക്കിൽ റിലേറ്റഡ് അസുഖങ്ങൾ ഉണ്ടെങ്കിൽ, അൺസ്പെസിഫൈഡ് മെഡിക്കൽ കണ്ടീഷൻ, നമുക്ക് പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത മറ്റെന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ പോലും നമുക്ക് മാൽന്യൂട്രീഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. Malnutrition is prevalent in area where there is lack of food. നമുക്ക് ഫുഡിന്റെ ലഭ്യത കുറവുള്ള സ്ഥലങ്ങളില് അൺസേഫ് വാട്ടർ സപ്ലൈ, നമുക്ക് ശുദ്ധജലത്തിന്റെ സപ്ലൈ കുറവാണെങ്കിൽ, ഇൻസഫിഷ്യന്റ് സാനിറ്റേഷൻ, നമുക്ക്
എന്താ പറയുക സാനിറ്റേഷൻസ് ഒന്നും അത്ര ഇൻസഫിഷ്യന്റ് അല്ല എന്ന് പറയുന്നത്. ഞാനിപ്പോ ഈ സാനിറ്റേഷന്റെ കാര്യം പറഞ്ഞപ്പോ നമ്മുടെ ഗവൺമെന്റ് ഒരു പോളിസി ഉണ്ട്. എന്താണ് സെൻട്രൽ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ മോദി ഗവൺമെന്റ് ഒരു പോളിസി ഉണ്ട് സാനിറ്റേഷന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് അറിയോ അത്? എന്താണ്? ഇല്ല മിസ്. ഇല്ലേ? നമ്മൾ കളിയാക്കുന്നത് അല്ലെങ്കിൽ മോദി ഗവൺമെന്റിനെ കൂടുതലായിട്ട് നമ്മൾ കളിയാക്കുന്ന അതിന്റെ പേരും പറഞ്ഞാണ്. എന്താണ്? ടോയ്ലറ്റുകൾ സ്ഥാപിച്ചത് ഒരുപാട് ആൾക്കാർക്ക്, ഒരുപാട് പാവപ്പെട്ട വീട്ടുകാർക്ക്, നമ്മളൊക്കെ കേരളത്തിലെ ആൾക്കാർക്കൊക്കെ അറിയാം ടോയ്ലറ്റ് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ചില സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാർക്ക് ഇപ്പോഴും ടോയ്ലറ്റുകൾ ബാത്റൂമിലൊക്കെ പോകുന്ന പുറത്ത് തുറസായ പറമ്പിലൊക്കെയാണ്. അതെല്ലാം മാറ്റി ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇന്ത്യയിലെ ഭൂരിഭാഗം വീടുകളിൽ ഇപ്പൊ എന്താണ് ശൗചാലയങ്ങളുണ്ട്, ടോയ്ലറ്റുകളുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് ഇപ്പൊ ഡെവലപ്ഡ് ആയിട്ടുണ്ട്. ഇനി മാൽന്യൂട്രീഷൻ കാരണം താഴെ പറയുന്ന രണ്ട് കണ്ടീഷൻസ് അറൈവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ആദ്യം പറയുന്ന ഫിസിക്കൽ കണ്ടീഷൻ ആണ്. ആ കുട്ടിയുടെ ബോഡിയിൽ വരുന്ന മാറ്റങ്ങൾ, ബാഡ് പോസ്റ്റേഴ്സ്, മോശം നിലനിൽപ്പ്, ഒരാൾക്ക് നിൽക്കാനും ഒരു കാര്യം ചെയ്യുമ്പോൾ ഭയങ്കര തളർച്ച അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റീസ് ചെയ്യാൻ നമ്മളുടെ ആ പ്രായം പറയൂലേ, ചെറിയ കുട്ടികളെ നമ്മൾ കാണുമ്പോൾ പറയും നല്ല ചുറുചുറുക്കുള്ള കുട്ടിയാണ്, അവൻ ആ ആക്ടിവിറ്റീസ് നല്ല പ്രോപ്പർ ആയിട്ട് ചെയ്യാണ്, നല്ല ആരോഗ്യത്തോടെ. കുഞ്ഞു പിള്ളേരെ നന്നായിട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്ന നല്ല ചുറുചുറുക്കുള്ള കുട്ടികളാണെന്ന് പറയും. ചെറിയ കുട്ടികളുണ്ട് ഫോണൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന കുട്ടികൾ, അവരെങ്ങനെയാണ് ഭയങ്കര മ്യൂടെ ആയിട്ടിരിക്കുക, ഒന്നും ചെയ്യാതെ വെറുതെ ലേസി ആയിട്ടൊക്കെ ഇരിക്കും. നമുക്ക് അവരെ കാണുമ്പോഴേ പെട്ടെന്ന് മനസ്സിലാവും കുട്ടിക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്ന്. അത് ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ ന്യൂട്രീഷന്റെ കുറവായിരിക്കും, ഇനി അല്ലെങ്കിൽ വല്ല അഡിക്ഷൻ ആയിരിക്കും, ഈ പറഞ്ഞ പോലെ ഫോണിന്റെയോ മറ്റെന്തെങ്കിലും അഡിക്ഷൻ ആയിരിക്കും. അപ്പൊ ബാഡ് പോസ്റ്റേഴ്സ് ആണ് പറയുന്നത്. സ്റ്റാൻഡിങ് നിൽക്കാന്, റൈറ്റിംഗ് എഴുതാൻ, സിറ്റിംഗ് എന്ന് വെച്ചാൽ ഇരിക്കാനൊക്കെ ഉള്ള പ്രശ്നങ്ങള്. പീൽ ഫേസ്, ഭയങ്കര വിളറിയ മുഖമായിരിക്കും. നമ്മൾ വിചാരിക്കും നല്ല വെളുത്ത് നല്ല ഭയങ്കരമായിട്ട് വെളുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ നല്ല ഹെൽത്തി ആണെന്ന് നമ്മുടെ വിചാരം, അതായത് നല്ല സൗന്ദര്യമുള്ള ആൾക്കാരാണ് വിചാരം. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ. അവർക്ക് നമ്മുടെ അയണിന്റെ കുറവ് കൊണ്ടാണ് അവരുടെ മുഖമൊക്കെ അങ്ങനെ വെളുത്തിരിക്കുന്നത്. കാരണം അവർക്കറിയാം അവർക്ക് എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ അയണിന്റെ ഡെഫിഷ്യൻസി കാരണം ചിലപ്പോൾ അനീമിക് ആയിരിക്കും. അതുകൊണ്ടായിരിക്കും അവര് ഈ പറയുന്ന പോലെ എന്താണ് ഒരുപാട് കളർ തോന്നിക്കുന്നത്. പിന്നെ എന്താണ് ഡ്രോൺസിനെസ് എന്ന് വെച്ചാൽ മയക്കം, പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് തലകറങ്ങി വീഴുമ്പോഴും മാൽന്യൂട്രീഷൻ കാരണമായിരിക്കും. ലേസിനെസ്, മടി, അതേപോലെ ഈസി ഫാറ്റിക്സ് എന്ന് വെച്ചാൽ ഭയങ്കര ക്ഷീണാണ്, ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അവയർനെസ് ഓഫ് ഡിസീസ്, ഒരുപാട് അസുഖങ്ങൾ എപ്പോഴെപ്പോഴും വരാണെങ്കിലും മാൽന്യൂട്രീഷൻ ആണ് കാരണം. പുവർ ഐസൈറ്റ്, കാഴ്ചക്കുറവ്. അണ്ടർ വെയിറ്റ്, മെയിൻ ആയിട്ടുള്ളത് അണ്ടർ വെയിറ്റ് ആണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഡോക്ടറിനെ കാണാൻ പോകുമ്പോൾ, കുട്ടികളെ കൊണ്ട് പോയിട്ടില്ലേ നിങ്ങൾ എല്ലാവരും ഡോക്ടറിനെ ഒക്കെ എടുത്ത്, അപ്പൊ അവര് എന്ത് ചെയ്യുമ്പോൾ വെയിറ്റ് നോക്കുമ്പോൾ വെയിറ്റ് കുറവാണെങ്കിൽ അവർ പറയും അണ്ടർ വെയിറ്റ് ആണ് കുട്ടിക്ക് കേട്ടോ, അപ്പൊ അത് നോക്കണം, ഫുഡ് കൊടുക്കണം നല്ല രീതിയിൽ, മാൽന്യൂട്രീഷൻ ആവാനുള്ള ചാൻസ് ഉണ്ടെന്നൊക്കെ പറയും. അല്ലെങ്കിൽ ചിലപ്പോൾ അവര് എന്റെ വല്ല സപ്ലിമെന്റ്സ് ഒക്കെ തരും. പിന്നെ പറയുന്നത് മെന്റൽ കണ്ടീഷൻ ആണ്. മെന്റൽ കണ്ടീഷൻ എന്ന് പറയുന്നത് പാസീവ്നെസ്, നിഷ്ക്രിയത്വം, ഒരു കാര്യം ചെയ്യാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഇല്ല, കളിക്കാൻ പറഞ്ഞാൽ പോവില്ല, പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കൂല, വെറുതെ ഇങ്ങനെ ഇരിക്കും. അതെന്താണ്? ഒരു പാസീവ്നെസ് ആണ്, നിഷ്ക്രിയത്വമാണ്. പിന്നെ ഫോർഗെറ്റബിൾ മെമ്മറി, പെട്ടെന്ന് മറന്നു പോവാണ്, പഠിച്ച കാര്യങ്ങളാണെങ്കിലും മറന്നു പോകുന്ന ഒരവസ്ഥ. ഗ്ലൂമിനെസ് എന്ന് വെച്ചാല് ഭയങ്കരമായിട്ട് ഗ്ലൂമി ആയിരിക്കും, മുഖം കണ്ടാലേ അറിയാം ഭയങ്കര ഗ്ലൂമി ആയിട്ടിരിക്കുന്ന ഒരവസ്ഥ. സ്ലോ കോംപ്രിഹെൻഷൻ ആൻഡ് ഇറിറ്റേഷൻ, ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഇറിറ്റേറ്റ് ആവും. ലാക്ക് ഓഫ് അറ്റൻഷൻ, ഇവർക്ക് എന്തില്ല, അറ്റൻഷൻ കുറവായിരിക്കും. ആൻഡ് കോൺസെൻട്രേഷനും കുറവായിരിക്കും. നല്ല ആരോഗ്യമുള്ള നല്ല എനർജറ്റിക് ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ നല്ല രീതിയിൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനും നല്ല രീതിയിൽ ഓരോ കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാനും പറ്റുള്ളൂ. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്? ബാലൻസ്ഡ് ഫുഡ് ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ്. അശോക് ടീച്ചർ ഒരു ആക്ടിവിറ്റി തന്നു പറഞ്ഞില്ലേ, അതെന്തായിരുന്നു? ബാലൻസ് മീൽ പ്ലാൻ, ഡയറ്റ് പ്ലാൻ, മീൽ പ്ലാൻ ഫോർ 1 week. അതിൽ പ്രസന്റ് ചെയ്തോ? മിസ് വന്നിട്ടില്ല. ശേഷം പിന്നെ മാം ഉണ്ടായിട്ടില്ല. ഓക്കെ ഓക്കെ, അപ്പൊ മീൽ പ്ലാനാ പറഞ്ഞത്. ആരെങ്കിലും തയ്യാറാണെങ്കിൽ ഒരാൾക്ക് ഇന്ന് പ്രസന്റ് ചെയ്യാം.
ജീന ആരെങ്കിലും തയ്യാറാ? ജീനയാണോ? ആരെങ്കിലും തയ്യാറാണോ? ആരാണ്? പേര് പറയണ്ട. ഞാൻ ഈ പേര് പഠിക്കാനാണ് ഞാൻ നിങ്ങളോട് പേര് ചോദിക്കുന്നത് കേട്ടാ. അതേപോലെ ഞാൻ വിളിക്കുമ്പോഴൊക്കെ പേര് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പേര് തന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്താ പേര്? എന്റെ പേര് സുരമ്യ. ഞാൻ ചെയ്തിരിക്കുന്ന സുരമ്യ. സുരമ്യ. ഓക്കെ, അറിയില്ല, ഞാൻ രീതിയിൽ എഴുതിയതാണ്. കുഴപ്പമില്ല, പറഞ്ഞോളാം. മൺഡേ മോർണിംഗില് 1 കപ്പ് മിൽക്ക്, ബോയിൽഡ് എഗ്, പിന്നെ 2 ഇഡലി വിത്ത് സാമ്പാർ, അങ്ങനെ എടുത്തിരിക്കുന്നേ. മൺഡേ സ്നാക്സ് ആയിട്ട് ആപ്പിൾ, ബനാന, ഡേറ്റ്സ്, 1 സ്പൂൺ ഹണി. പിന്നെ ലഞ്ചിന് ബോയിൽഡ് റൈസ് വിത്ത് മൂങ് ദാൽ തോരൻ അറിയില്ലായിരുന്നു, അതുകൊണ്ട് അങ്ങനെ എഴുതി. ഓക്കെ, സാമ്പാർ, ഫിഷ് കറി. സ്നാക്സ് സുഗിയൻ ബനാന ബോളി. പിന്നെ ഡിന്നർ ചപ്പാത്തി വിത്ത് ദാൽ ഫ്രൈ. ഇല്ല, മൺഡേ കഴിഞ്ഞു. നെക്സ്റ്റ് ഡേ എഴുതിയിട്ടുണ്ടോ? ഒറ്റ ദിവസത്തെ എഴുതിയിട്ടുള്ളൂ? ഇല്ല, ഞാൻ പറയാം. ട്യൂസ്ഡേ അടുത്ത ഒരാൾക്ക് കൊടുക്കാം. ട്യൂസ്ഡേ എന്താ മോന്റെ പ്ലാൻ? ഞാൻ പറയുന്നത് മേഘ. സന്തോഷം, പറഞ്ഞോളാം. ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ലി വിത്ത് കോക്കനട്ട് ചട്നി, ലഞ്ച് റൈസ്, ചിക്കൻ ആൻഡ് വെജി, ഡിന്നർ റോട്ടി വെജി ആൻഡ് പനീർ, സ്നാക്സ് ആപ്പിൾ, ബനാന സ്മൂത്തി. ഓക്കെ, ഈ ആപ്പിളൊക്കെ എപ്പോഴാണ് കഴിക്കണ്ടേ? ആപ്പിൾ സ്നാക്സിൽ എടുക്കാൻ പറ്റില്ല, ഒരു 11 മണിയൊക്കെ ആകുമ്പോ. മാം കിടക്കുന്നതിന് മുമ്പല്ലേ ആപ്പിളൊക്കെ കഴിക്കുന്നേ? അല്ല മോനെ, രാവിലെയാണ്, മോർണിംഗ് കഴിക്കണ്ടേ. നമുക്കൊരു തെറ്റായ 11 മണി സ്നാക്സിന് എല്ലാ ഫ്രൂട്ട്സ് ആണ് കൊടുക്കാറ്. പിന്നെ ഈവനിങ് സ്നാക്സിന് ഇങ്ങനെ ചെറിയ പഴംപൊരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് കൊടുക്കും. പിന്നെ അല്ലെങ്കിൽ നമ്മള് ഇത് പിന്നെ ഡിന്നറിന് പറയുമ്പോൾ എന്തെങ്കിലും പുയ്ക്ക് അങ്ങനെ എന്തെങ്കിലും കൊടുക്കും. അതായത് മമ്പയർ പുഴുങ്ങിയ അങ്ങനെയല്ല എഴുതിയ മാറ്റണം. ഞാനൊരു കാര്യം പറയട്ടെ മിസ്. ഞാൻ എഴുതിയിട്ടുള്ളത് വേറെയാണ്. അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ന്യൂട്രീഷൻ ഫുഡിന്റെ ഒരു ഇത് ഡോക്ടർ തന്നിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അതില് ഒരു പറയട്ടെ. രാവിലെ 9 മണിക്ക് 2 എഗ് വൈറ്റ്, 1 ഗ്ലാസ് പാല്, 1 ഓറഞ്ച്, അത്രമാത്രം. പിന്നെ നമ്മൾ കാലത്ത് വെക്കണ പയർ വർഗ്ഗങ്ങൾ, ഇലക്കറികൾ ഏതാ വെജിറ്റബിൾ കറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ബൗള്, 100 ഗ്രാം തൈര്. പിന്നെ രാവിലെ 11 മണിക്കാവുമ്പോൾ വേണമെങ്കിൽ ഒരു 5-6 നട്ട്സ്, ഒരു കൈപ്പിടിയിൽ ഒതുങ്ങണ നട്ട്സ്. പിന്നെ ഉച്ചയ്ക്ക് റൈസ്, പച്ചക്കറി, വെജിറ്റബിള്, വേവിച്ച ചിക്കൻ, പിന്നെ ഫിഷിന്റെ 100 ഗ്രാം തൈര്. പിന്നെ വൈകിട്ട് സ്നാക്സിന് എന്തെങ്കിലും പഴം പുഴുങ്ങിയതോ പാലോ ചായയോ അങ്ങനെ. പിന്നെ വൈകിട്ട് ഇതേപോലെ സാലഡ്, കുക്കുംബർ, 100 ഗ്രാം തൈര്, വെജിറ്റബിളിന്റെ എന്തെങ്കിലും കറി, പിന്നെ ഓറഞ്ച് അല്ല ഫ്രൂട്ട്സിൽ അതിൽ ആപ്പിളും മാത്രം നമ്മൾ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് എൻ്റെ ഒരു ഡയറ്റ് തന്നതാണ് കേട്ടോ എനിക്ക്. വെയിറ്റ് കൂടാനുള്ള കാരണം കൊണ്ട് ആപ്പിൾ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്റെ ഒരു ഡയറ്റ്. ഷുഗർ ഡയറ്റിനാണ് കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ഒഴിവാക്കാൻ പറഞ്ഞത്. ഷുഗർ കട്ട്. എനിക്ക് കൊളസ്ട്രോൾ കൂടുതലാണ്. എനിക്ക് ആൻജിയോഗ്രാം കഴിഞ്ഞിട്ടുള്ള ആളാണ്. അപ്പൊ എന്നോട് ആ ഡയറ്റിന്റെ ഒരു ചാർട്ട് തന്നത്. ശരിയാണ്, ഡയറ്റുകൾ പല ടൈപ്പുണ്ട്. കാർഡിയാക് ഡയറ്റ്, ഷുഗർ ഡയറ്റ്, സോഡിയം ഡയറ്റ്, ഇതേപോലെ കുറെ ഡയറ്റുകൾ ഉണ്ട്. അതില് നമുക്ക് ഓരോ ഡയറ്റും ഡയറ്റീഷ്യൻ ആയിരിക്കും മോനെ പ്രിസ്ക്രൈബ് ചെയ്തത് അല്ലേ? അപ്പൊ അത് ഞാൻ ഇതിൽ കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരു നേരം മാത്രം റൈസ് ആയിട്ട് ബാക്കിയുള്ളവർക്ക് അങ്ങനെ. മിസ് പറഞ്ഞത് നമുക്ക് പറ്റിയ ഡയറ്റ് ആണ് തോന്നുന്നത്. വലിയ കുട്ടികൾക്കുള്ള മീൽസ് പ്ലാൻ രണ്ടുപേർക്കും കൂടിയിട്ടുള്ളതാ. രണ്ടുപേർക്കും കൂടി ഉള്ളതാണ്. ആണോ? കുഞ്ഞു കുട്ടികൾക്കുള്ള ഡയറ്റ് പ്ലാൻ ആണോ എനിക്ക് തോന്നിയില്ല എല്ലാവരുടെയും. ജസ്റ്റ് എനിക്ക് തോന്നാനുണ്ടാവും. മാം പറഞ്ഞു ആപ്പിൾ ബനാന സ്മൂത്തി പറ്റില്ലേ മിസ്? ആപ്പിൾ കുഴപ്പമൊന്നുമില്ല, കുട്ടികൾക്ക് നല്ല ആരോഗ്യം കിട്ടും ആപ്പിൾ കഴിക്കുന്നത്.
ഇഷ്ടമാണ്. അല്ല ഈ സ്നാക്സ് ടൈമിൽ അത് കൊടുത്താൽ മിസ് അങ്ങനെ പറഞ്ഞില്ല. കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് മോർണിംഗ് സ്നാക്സ് ആയിട്ട് കൊടുക്കണം. രാത്രി ആരോ കഴിക്കുന്ന കാര്യം പറഞ്ഞു. ഞാൻ ജസ്റ്റ് ടൈം ചോദിച്ചത്. ശരിക്കും മോർണിംഗിലാണ് കഴിക്കുന്നത് ആപ്പിള്. നമ്മളെല്ലാവരും രാത്രി കിടക്കണേക്കാളും മുമ്പ് ഒരു ആപ്പിള് പോയി കഴിച്ചിട്ട് പോയി കിടക്കുന്ന ടീമാണ് അല്ലെ? ഓരോരുത്തരും ബാൻ ചെയ്തതാ ഡോക്ടർ. അപ്പോ ആപ്പിൾ നമ്മൾ കഴിക്കേണ്ടത് എപ്പോഴാന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു രാത്രി കഴിക്കേണ്ടതെന്ന് പറഞ്ഞു. എനിക്ക് ഷുഗർ ഡയറ്റ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഡെലിവറിയുടെ സമയത്ത് എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു. ആദ്യത്തെ ഡെലിവറിയുടെ സമയത്ത് കേട്ടോ. അപ്പോ സെക്കൻഡ് ഡെലിവറിക്ക് ഷുഗർ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കൺട്രോൾ ചെയ്തു. അപ്പോ എനിക്ക് ഷുഗർ ഡയറ്റീഷ്യൻ പ്രിസ്ക്രൈബ് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ആപ്പിളൊക്കെ കഴിക്കാനുണ്ട് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു എപ്പോഴാ മോൻ കഴിക്കണേ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ രാത്രി കഴിക്കുന്നു. അപ്പൊ പറഞ്ഞു അങ്ങനെയല്ല കഴിക്കുന്നത്, ഇന്ന സമയത്താണ് നമ്മൾ ഈ ഡയറ്റ് ഫോളോ ചെയ്യേണ്ടത് പറഞ്ഞു. കറക്റ്റ് ആയിട്ട് തരുന്നത് ഇന്ന ഫുഡാണ് കഴിക്കുന്നത്, ഇന്നതാണ് കഴിക്കുന്നത്, കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കാൻ പാടില്ല. കറക്റ്റ് ആയിട്ട് ഫുള്ള് കാരണം എനിക്ക് ഇൻസുലിൻ എടുക്കണം എന്നൊക്കെ പറഞ്ഞതാ. ഫസ്റ്റ് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് 5 months ഇൻസുലിൻ എടുക്കണം, റിസ്ക് ആവും എന്നൊക്കെ പറഞ്ഞതാണ്. ഞാൻ എന്നിട്ട് ഈ ഡയറ്റീഷ്യന്റെ അടുത്ത് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ തന്നെ പ്രിഫർ ചെയ്തു. ഡയറ്റീഷ്യന്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. എന്റെ ഹാബിറ്റ്സ് ഒക്കെ ചോദിച്ചു. എനിക്ക് അങ്ങനെ ഫുഡ് ഭയങ്കരമായിട്ട് കഴിക്കണമെന്നൊന്നും ഉള്ള ടൈപ്പ് അല്ല. അപ്പൊ ഞാൻ എന്നോട് ചോദിച്ചു അരി ആഹാരത്തിനോട് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആളാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് അങ്ങനെ ഇല്ല. പക്ഷെ എന്റെ ഫാമിലിയിൽ ഇവിടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ ഇവിടെ എല്ലാവരും എല്ലാ നേരവും ഭക്ഷണം അരി ആഹാരമാണ് കഴിക്കുന്നത്. ഭയങ്കരമായിട്ട് ചോറ് കൂടുതലായിട്ട് കഴിക്കും. അപ്പൊ എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ ഒരു പ്രശ്നം വന്നത്. അതേപോലെ ഫസ്റ്റ് ഡെലിവറി ഒക്കെ ആവുമ്പോ കുറേ സീഡ്സ് ഒക്കെ ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് വരും. നിങ്ങളാരും ഞാൻ നിങ്ങളോടാണ് പറഞ്ഞത് ഈ സീഡ്സ് ഒന്നും വാങ്ങിച്ചുകൊണ്ട് പോകരുതെന്ന് പ്രഗ്നന്റ് ആയ വുമൻസിനെ കാണാൻ പോകുമ്പോ. ഞാനത് 5 മാസം ആയപ്പോഴേക്കും നല്ല ഭയങ്കരമായിട്ട് വെയിറ്റും ഗെയിൻ ചെയ്തു. നന്നായിട്ട് ഷുഗറും വന്നു, ഷുഗറും കൂടുതലായി. അപ്പൊ ഞാൻ ഡയറ്റീഷ്യന്റെ അടുത്ത് പോയപ്പോ പറഞ്ഞത് ഷുഗർ ഫുൾ ആയിട്ട് അവോയ്ഡ് ചെയ്യാം. ഞാൻ മധുരമുള്ള ഒരു കാര്യവും കഴിക്കില്ലായിരുന്നു. ഷുഗർ ഫുൾ അവോയ്ഡ് ചെയ്തു. ഞാൻ പറഞ്ഞ പോലെ ഡയറ്റ് എന്ന് പറഞ്ഞാല് പക്കാ ഡയറ്റ്. രാവിലെ ആണെങ്കിൽ ചപ്പാത്തി, ഒരു 11 മണിയൊക്കെ ആവുമ്പോ സാലഡ് എന്ന് പറഞ്ഞാല് കുക്കുമ്പർ, ക്യാരറ്റ്, സവാള. അതേപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. ഞാൻ എന്റെ വീട്ടിൽ ഫോളോ ചെയ്യുന്നത് അങ്ങനെയാ. നമ്മള് ഒരു ഭയങ്കരമായിട്ട് ഹെൽത്തി ഒക്കെ ആയിട്ട് ഇരിക്കാനൊക്കെ ശ്രമിക്കുമല്ലോ ആ സമയത്ത്. കോളേജിലൊക്കെ പോകുന്ന സമയങ്ങളിൽ നമ്മൾ അങ്ങനത്തെ ഒരു ഇതാണല്ലോ. അപ്പൊ ആ സമയത്ത് ഡയറ്റ് സ്ലിം ആയിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഫോളോ ചെയ്ത ഡയറ്റ് ആയിരുന്നത്. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ കുറച്ച് ചോറ് കഴിക്കും, കുറച്ച് നല്ല കറികൾ, മുരിങ്ങയില, അതേപോലെ ചീര, ചെറുപയർ, തൈര്, ഇതൊക്കെ മെയിൻ ആയിട്ടുള്ള ഐറ്റംസ് എന്റെ ഫുഡില് അതൊക്കെ ഇതൊക്കെ നിറഞ്ഞിരിക്കും. ചോറ് കുറച്ച്. അത് കഴിഞ്ഞ് ഈവനിങ് ഒക്കെ ആവുമ്പോ സ്നാക്സ് ഒന്നും അധികം കഴിക്കില്ല, അവോയ്ഡ് ചെയ്യാണ് ഞാൻ പതിവ്. ഒരു 7 മണി 8 മണിക്ക് മുമ്പായിട്ട് ഞാൻ ലഞ്ച് കഴിക്കും. എന്നോട് നേരത്തെ ലഞ്ച് കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടാ. നമ്മള് നേരത്തെ വേണം എന്ത് കഴിക്കാൻ, ലഞ്ച് കഴിക്കാൻ. 9 o'clock ഒന്നും പോകണ്ട കേട്ടോ. കാരണം ബ്രേക്ക് ദ ഫാസ്റ്റ് എന്നാ പറയുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന ഫാസ്റ്റ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? വ്രതം എന്നുള്ള അർത്ഥമല്ലേ? ഭക്ഷണം ഒന്നും കഴിക്കാതിരിക്കുന്ന അവസ്ഥയാണ്. അത് ബ്രേക്ക് ചെയ്യാം. അത് എത്രയും നേരത്തെ ബ്രേക്ക് ചെയ്യാം. നമ്മളെ ചെയ്യണം, നേരത്തെ ബ്രേക്ക് ചെയ്യണം. അതേപോലെ ലഞ്ച് കഴിക്കേണ്ടതും നേരത്തെ ആയിരിക്കണം. ഒരു 8 മണിക്കുള്ളിലൊക്കെ ലഞ്ച് കഴിക്കുകയാണെങ്കിൽ നല്ലതാണെന്നാണ് എന്റെ അഭിപ്രായം. നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കും. ഡിന്നർ അല്ലേ? എന്താണ്? സോറി, ലഞ്ച് ഡിന്നർ കേട്ടോ. സോറി, എനിക്ക് മാറിപ്പോയതാണ് കേട്ടോ. ഡിന്നർ കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിക്ക് വേഗം അത് എന്ത് ചെയ്യാൻ പറ്റും, ഡൈജസ്റ്റ് ആക്കാനുള്ള സമയമുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ബോഡിക്ക് റെസ്റ്റ് കൊടുക്കാം ഉറങ്ങുകയും ചെയ്യുമ്പോൾ. അതേപോലെ തന്നെ നമ്മൾ ലഞ്ച് കഴിച്ച് അപ്പൊ തന്നെ പോയി കിടന്നുറങ്ങാൻ പാടില്ല. കാരണം നമ്മൾ ഈ കഴിച്ച ഫുഡ് ഡൈജസ്റ്റ് ആവാൻ കുറച്ച് ടൈം എടുക്കും. ജസ്റ്റ് ഒരു 1 hour 2 hour നമ്മൾ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ആക്ടിവിറ്റി, ഇപ്പൊ കുറച്ചു നേരം ബുക്കിരുന്ന് റീഡ് ചെയ്യുകയും അല്ലെങ്കിൽ എന്തെങ്കിലും നടക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ, നൈറ്റ് വോക്ക് ഒക്കെ പോവാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. ഓക്കെ. അപ്പൊ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. നമ്മള് ഫുഡ് കഴിച്ച് 10 മണിക്കുള്ളിൽ വരെ നമുക്ക് വെള്ളം എന്ത് വേണമെങ്കിലും കഴിക്കാം. ലിക്വിഡ് ആയിട്ടുള്ള പാലോ വെള്ളം കഴിക്കാം. അത് കഴിഞ്ഞാൽ വെള്ളം പോലും ഉപേക്ഷിക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞേക്കാം. രാവിലെ 9 മണി വരെ നമ്മൾ ചായയോ കാപ്പിയോ വെള്ളമൊന്നും കുടിക്കാൻ പാടില്ല. 9 മണിക്കാണ് നമ്മൾ ഫസ്റ്റ് വെള്ളം കുടിക്കാൻ പാടുള്ളൂ. അപ്പാണ് അതിന്റെ ശരിയായിട്ടുള്ള ഒരു ഇത് നടക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. ചിലപ്പോ മോന്റെ ഹെൽത്ത് കണ്ടീഷൻ അത് നോക്കിയിട്ടായിരിക്കും പറഞ്ഞത്. ഓക്കെ. നമ്മള് വെള്ളം ഇപ്പൊ നമ്മള് ഭക്ഷണം കഴിച്ച് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വെള്ളം കുടിക്കണ്ട. പിന്നെ 9 മണി എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ടൈം കൺസ്യൂമിങ് ആണ്. എനിക്ക് എന്റെ അഭിപ്രായത്തിൽ നേരത്തെ ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യാന്നുള്ളതാണ്. എത്ര നേരത്തെ ഫുഡ് കഴിക്കാൻ പറ്റും അത്രയും നേരത്തെ ഫുഡ് കഴിക്കാം.
അത് ചിലപ്പോൾ മോന്റെ ഹെൽത്ത് കണ്ടീഷൻ നോക്കിയിട്ടായിരിക്കും അവരത് പ്രിഫർ ചെയ്യുന്നത്. ഓരോരുത്തർക്കും ഓരോ ഹെൽത്ത് ഡയറ്റ് ആയിരിക്കും അവർ പ്രിഫർ ചെയ്യുന്നത്. സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഞാൻ പറയണം. അതായത് ഞാൻ എഴുതിയിരിക്കുന്നത് പുട്ട് ആൻഡ് ബോയിൽഡ് ഗ്രീൻ ഗ്രാം ആൻഡ് മിഡ് മോർണിംഗ് nuts, lunch rice, drumstick leaf and fish, evening snack ആയിട്ട് banana, then ഡിന്നറിൽ എഴുതിയേക്കുന്നത് സൂപ്പ്, ചപ്പാത്തി ആൻഡ് കറി. ഓക്കെ, നല്ലതാണ്. ഞാൻ സൈൻ ഔട്ട് നിങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടില്ല. നമ്മൾ ക്ലാസ് കഴിഞ്ഞ് വൈൻഡപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു 1 minute സ്റ്റോറീസോ അങ്ങനെയൊക്കെ പറയും. നമ്മൾ ക്ലാസ്സുകളിൽ, നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുമ്പോൾ ചെറിയ കവിതകള്, ചെറിയ കഥകളൊക്കെ അവസാനം നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് പറയൂലേ, അപ്പൊ അതാണ് സൈൻ ഔട്ട് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു സ്റ്റോറിയോ നമ്മുടെ ക്ലാസ് എടുത്ത ടീച്ചർക്ക് വേണ്ടിയിട്ട് ഒരു താങ്ക്സ് ഒക്കെ പറയാം. ജസ്റ്റ് ഒരു താങ്ക്സ് പറഞ്ഞിട്ട് സൈൻ ഔട്ട്, അല്ലെങ്കിൽ വല്ല കോഡ്സ് പറയാം. നമുക്ക് കുറച്ചും കൂടി മോട്ടിവേറ്റ് ആവുന്ന ടൈപ്പ് എന്തെങ്കിലും കോഡ്സ് പറയാം. ഫസ്റ്റ് സൈൻ ഇൻ പറയുമ്പോൾ ഇന്ന് തോട്ട്സ് മാത്രമല്ലേ പറഞ്ഞോളൂ. സൈൻ ഇൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഗെയിമോ പസിൽസോ അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞ് കുട്ടികളോട് പറഞ്ഞത് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിലെ പസിൽസോ എന്തെങ്കിലും ആക്ടിവിറ്റീസോ, ചെറിയ ആക്ടിവിറ്റീസ്, ഒരു 1-2 minutes ഉള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ചെറിയ ഷോർട്ട് സ്റ്റോറീസ്, അതൊക്കെയാണ് ഇവിടെ കുട്ടികൾ സൈൻ ഔട്ട് ആയിട്ട് പറയാറ്. ഓക്കെ, അപ്പൊ സൈൻ ഔട്ടും നെക്സ്റ്റ് ക്ലാസ് മുതൽ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ അല്ലേ? ഓക്കെ മാം. ഓക്കെ മാം. വെച്ചാൽ ഓക്കെ മാം.